ഓക്കെ, ഇതാണ് INL കോൺഗ്രസിനെതിരെയും അതുപോലെ മുസ്ലിം ലീഗിനെതിരെയും ഉയർത്തിവിടുന്ന ആക്ഷേപം എന്ന് പറയുന്നത്. KP നൗഷാദ് അലി, അങ്ങേക്ക് മറുപടി പറയാം. ഇവിടെ എന്റെ സ്നേഹിതൻ അദ്ദേഹം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഏവരാലും ശ്ലാഘിക്കപ്പെട്ട ഒരു നിലപാടിനെ വരെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമൊക്കെ ഞാൻ വകവെച്ചു കൊടുക്കുന്നു. അപ്പൊ അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് അദ്ദേഹം സാദിഖ് അലി തങ്ങളുടെ നിലപാടിനെയും കാണുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുസമൂഹം അതിനെ വിലയിരുത്തിക്കൊള്ളും. കാരണം മുസ്ലിം ലീഗിന്റെ 90-കൾക്ക് ശേഷമുള്ള നിലപാടുകളോടുള്ള മൗലികമായ എതിർപ്പിന് ശിഹാബ് തങ്ങൾ ജ്യേഷ്ഠൻ തൊട്ട് അനിയൻ വരെയുള്ള ആളുകളെ സാമാന്യവൽക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എതിർപ്പാണ്. ആ വിഷയത്തെ ഇത് കേൾക്കുന്ന ആളുകൾ വിലയിരുത്തിക്കൊള്ളട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാനൊരിക്കൽ സഖാവ് VS പോലും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നിലപാടുകളെ ശ്ലാഘിക്കുകയും അന്ന് INL എടുത്ത നിലപാടിനെ പ്രതിലോമകരമാണ് എന്ന് വിശേഷിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വായിച്ചത് എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോ ഞാൻ നീലിമയോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ പാണക്കാട് സാദിഖ് അലി തങ്ങളെയും മുസ്ലിം ലീഗിനെയും ഒക്കെ ഇങ്ങനൊരു RSSന്റെ പ്രത്യയശാസ്ത്ര ലാവണങ്ങളോടൊക്കെ ചേർത്ത് കെട്ടിയിട്ട് നമ്മൾ എങ്ങോട്ടാണ് ഈ മതേതര ഫാബ്രിക്കിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇവിടുത്തെ മുസ്ലിം സമൂഹം മുമ്പ് എന്നത്തെക്കാളും വലിയ അരക്ഷിതാവസ്ഥയിലാണ്. ഒരുപക്ഷെ വിഭജന കാലത്ത് പോലും ഇതുപോലൊരു അരക്ഷിതാവസ്ഥ അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, അതിലെ വരാൻ പോകുന്ന റിസൾട്ടുകള്, ഇതിനെക്കുറിച്ചൊക്കെ വലിയ ശങ്കകൾ പുതിയ തലമുറയിൽ ഉടനീളം വ്യാപകമാണ്. ആ തലമുറയൊക്കെ മുഖ്യധാരയോട് ചേർത്ത് നിർത്തി വഴിതെറ്റിപ്പോകാതെ വൈകാരികമായി ദുർബലതക്ക് അടിമപ്പെടാതെയൊക്കെ തെളിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ആരൊക്കെ ശ്രമിച്ചാലും അതിൽ മുസ്ലിം ലീഗ് ശ്രമിക്കുന്ന അവർക്കുള്ള പങ്കിനോളം വലിയൊരു പങ്ക് മറ്റാർക്കും ഇവിടെ നിർവഹിക്കാനുള്ള ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നിർവഹിക്കാൻ കഴിയില്ല. കോൺഗ്രസിനും മുസ്ലിം ലീഗ് ഇത്രമാത്രം ശക്തിയാർജിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് മുസ്ലിം ലീഗിനോളം നിർവഹിക്കുന്നതിലെ പരിമിതികളുണ്ട്. തീർച്ചയായിട്ടും ഇവരെയൊക്കെ ചേർത്ത് നിർത്തിയും മുഖ്യധാരയിലേക്ക് അണച്ചു ചേർത്തും ഐക്യദാർഢ്യപ്പെട്ടും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വലിയൊരു ദൗത്യമാണ്. അതിനെ ക്ഷണികമായ താല്പര്യങ്ങളൊക്കെ മുൻനിർത്തി ഇത്തരം ആളുകളെയൊക്കെ നമ്മൾ കോർണർ ചെയ്ത് അവരെയൊക്കെ മറ്റു ചിലതിനോടൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് 1-2 തെരഞ്ഞെടുപ്പുകളിൽ ചെറിയ മുന്നേറ്റമൊക്കെ ഇവിടെ ഉണ്ടാകും എന്നുള്ളതിന്റെ അപ്പുറത്ത് ആത്യന്തികമായിട്ടൊരു ചുമരാണ് മാഞ്ഞു പോവുക. നമുക്ക് നാളെ ചിത്രം വരയ്ക്കാനുള്ള ഇടം ഇവിടെ പോലും നഷ്ടമാവും. അതുകൊണ്ട് പാണക്കാട് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മോഹൻ ഭാഗവത്തിന്റെ നിലപാടാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കെതിരെ ഉയർത്തുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നതും അത് തന്നെയാണ്.